തിരുവനന്തപുരം കഴക്കൂട്ടം ഇൻഫോസിസിന് സമീപം വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കത്തി നശിച്ചു. കുളത്തൂർ സ്വദേശി രാകേഷിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളാണ് കത്തി നശിച്ചത്. തീയിട്ടത് ആകാമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഞങ്ങൾ സൗണ്ട് കേട്ടാണ് എണീറ്റ് തോന്നുന്നത്. ഏകദേശം ഒന്നേകാലിലിറങ്ങി സൗണ്ട് കേട്ട് ഇറങ്ങി വന്നപ്പം കത്തിക്കൊണ്ടിരിക്കണേ കണ്ടത്. മൊത്തം വണ്ടിയും സ്കൂട്ടറും എല്ലാം. പിന്നീട് അനിയത്തിയാണ് ഫയർഫോഴ്സിനെ വിളിച്ചത്. റോട്ടിൽ കൂടെ വന്ന 2 പയ്യന്മാരാണ് പോലീസിനെ വിളിച്ചത്. പിന്നെ ഫയർഫോഴ്സ് അത് അണച്ചു. എന്താണെന്ന് അറിയത്തില്ല, എങ്ങനെയാ കത്തിയതെന്ന് അറിയാൻ വയ്യ. മേഘന മുരളി തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുന്നു. മേഘന, പറയൂ, എങ്ങനെ കത്തിയതാണിത്? വിശദാംശങ്ങൾ. SKN തിരുവനന്തപുരം കഴക്കൂട്ടം ഇൻഫോസിസിന് സമീപമാണ് ഈ വാഹനങ്ങൾ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് വെളുപ്പിന് 2 മണിയോടുകൂടിയാണ് വീട്ടുകാർ ഈ സംഭവം അറിയുന്നത്. ഒന്നും രണ്ടുമല്ല, ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ, 2 ബുള്ളറ്റ്, ഒരു സ്കൂട്ടർ, ഒരു സൈക്കിൾ എന്നിവയാണ് കത്തി നശിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ വാഹനങ്ങളൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഈ കത്താൻ തുടങ്ങിയതിന് ശേഷമാണ് വീട്ടുകാർ കുറച്ചധികം വൈകിയാണ് അഗ്നിരക്ഷാസേനയടക്കം ഇവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചു. അതിനുശേഷം ഒരു കാർ, വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ മാത്രമാണ് ഇപ്പോൾ കത്താതെ ബാക്കിയുള്ളത്. അത് കുളത്തൂർ സ്വദേശിയായിട്ടുള്ള രാകേഷിന്റെ വാഹനങ്ങളാണ് കത്തി നശിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഇപ്പോൾ തുമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തുമ്പ പോലീസ് പറയുന്നത് ഇത് ആരോ പുറത്തുനിന്ന് തീയിട്ടതാവാമെന്നുള്ളതാണ്. അത്തരത്തിലാണ് പ്രാഥമിക നിഗമനമുള്ളത്. കാരണം മറ്റു കാരണങ്ങളൊന്നും, ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തീ പടരാനുള്ള ഒരു സാഹചര്യമൊന്നും ആ വീടിന്റെ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് തുമ്പ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഈ വീട്ടുകാരുടെ അടക്കം പ്രതികരണങ്ങൾ കേട്ടതുപോലെ യാതൊരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ തീ പിടിക്കാനുള്ളൊരു കാരണവും ആ പ്രദേശത്തില്ല. അങ്ങനെയാണ് ഈ വാഹനങ്ങൾ, 5ഓളം വാഹനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുള്ളത്. തുമ്പ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഓക്കെ, താങ്ക് യു മേഘന മുരളി.